അപ്പൊ നമ്മൾ അപക്വതരായിരുന്നപ്പോൾ ആ സ്നേഹിച്ചത്. ഒന്ന്, നമ്മൾ ബലഹീനരായിരുന്നു. രണ്ട്, നമ്മൾ അപക്വത. നമുക്ക് യാതൊരു പക്വതയും ഇപ്പോഴും നമുക്ക് അങ്ങനെ വലിയ പക്വതയൊന്നും ഇല്ലല്ലോ. ലോകത്തിന് വന്ന രാമങ്കാക്ക വാഴത്തണ്ടേ ഇരിക്കുമ്പോൾ അല്ലേ ഇരിക്കുന്നതിന് ഒരു പക്വത ഇല്ലല്ലോ. അതിനിടയ്ക്ക് മൊബൈലും മാന്തി. ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരന്മാരെയാ. പക്വതയോടെ പള്ളിമറ്റ താന്നിൽ നിൽക്കുമ്പോൾ മുണ്ട് വല്ല അടിച്ചിട്ട് എന്ത് ബഹുമാനമായിട്ട് പക്വതയോ, അത് ഞാൻ അഭിനന്ദിക്കുന്നവരെ. പിന്നെ TPM-കാരെ എനിക്കിഷ്ടമാണ്. ഹോളി കയറിയ മുഴങ്കാലയിലായിരിക്കുന്ന മുഴങ്കാല ഒന്നത് പോയി നോക്കണം. മെമ്പർഷിപ്പ് എടുക്കണ്ട, എങ്കിലും ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. മുട്ടയിലായിരിക്കുന്നത്. ശമ്പളം പറഞ്ഞിരിക്കാനും ആവശ്യമില്ലാത്ത രീതിയിൽ ഇരിക്കാനും അവിടെ സമ്മതിക്കുകയല്ല. അല്ല, നടത്തിപ്പുകാരും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. അവരും അങ്ങനെ ആയിരിക്കുന്നത്. അവരെ ഞാൻ ബഹുമാനിക്കുന്ന ആ കാര്യത്തിൽ ഒന്ന് ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. ഞാൻ പറയുന്ന കള്ളവാന്നോ ഇല്ലയോ ഒന്ന്. കൊച്ചു പിള്ളേരെല്ലാം മുഴങ്കാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത്. നീ പോയിന്ന് കണ്ടു നോക്ക്, കാണാവോ? ഇങ്ങനെ ആയിരിക്കുന്നത് TPM-ല് മുഴങ്കാല്. നടത്തിപ്പുകാരും വേലക്കാരും വിശ്വാസിയല്ല. നമ്മളിരിക്കുന്നത് എങ്ങനെയാ? എടാ, ദൈവസന്നിധി ഇരിക്കുമ്പോൾ ചൊവ്വന് നേരുമൊക്കെ ഇരിക്കെ. ഇനി ഇത് കൂടുതൽ എങ്ങനെയാ കാണിച്ചു തരുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 22, 23 ആദിയായ വാക്യങ്ങളാണ് വായിച്ചത്. വചനത്തിൽ അറിവുള്ള, ഗ്രാഹ്യമുള്ള, വചനം വായിക്കുന്ന, ധ്യാനിക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ കൂടിയതിൽ സിംഹഭാഗം. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അധികം വിശദീകരണത്തിലേക്ക് തുനിയുന്നില്ല. തന്നെ എല്ലാ സമയത്തെയും ഞാൻ ഭയപ്പെടുന്നു. ദീർഘദൂരം പോകേണ്ടവരൊക്കെ ഇവിടുണ്ട്. പ്രായമുള്ളവർ, വണ്ടി പിടിച്ച് വന്നവർ, മറ്റുള്ളവരുടെ കൂടെ യാത്ര ചെയ്ത് വന്നവർ, അതിന് ബന്ധപ്പാടുണ്ടെന്നറിയാം. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ മെസ്സേജ് നിർത്തുവാനും കർത്താവ് ശരണപ്പെടുകയാണ്. അതുകൊണ്ട് വിശദീകരിച്ച ഒരു പ്രസംഗത്തിന് ഇന്ന് രാത്രി മുതിരുന്നില്ല. നമുക്കറിയാം, കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1, 2 ലേഖനം. 2 ലേഖനത്തിലെ വിഷയം, പ്രതിപാദ്യ വിഷയം തന്നെ വിശുദ്ധീകരണം അല്ലെങ്കിൽ വേർപാട്. അതാണ് 2 ലേഖനത്തിലെ വിഷയം. അതാ വേർപാട്. ഇന്നില്ലാത്തതും അതാ വേർപാട്. ആള് കൂടുന്നുണ്ട്, വേർപാടില്ലെന്നേ ഉള്ളൂ. കണ്ടവാനം ആള് വന്നങ്ങ് കൂടുക, കസേരയൊക്കെ പിന്നെയും കൊണ്ടങ്ങ് ഇറക്കുക. നല്ല കാര്യമാണ്. വേർപാടില്ല. ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നൊരു ദൈവ പൈതൽ, കർത്താവിനെ സ്നേഹിക്കുന്നൊരു ദൈവ പൈതൽ വേർപാട് പാലിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മള് തിരുവചനം പഠിക്കുമ്പോൾ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം, ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ചിലര് പറയാറുണ്ട്, അകം വെടിപ്പായാൽ മതി, പുറമൊന്നും വിഷയമല്ല. വേറെ ചിലര് പുറമൊക്കെ വെടിപ്പാ, അകം ആര് കാണാനാ? പുറമല്ലയോ എല്ലാവരും കാണുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പുകാര് പുറമെല്ലാം വെടിപ്പാക്കി നടക്കുന്നു, മറു ഗ്രൂപ്പുകാര് പുറം വെടിപ്പാക്കാതെ അകം വെടിപ്പാക്കുന്നു. പക്ഷെ ദൈവത്തിന് ഇത് രണ്ടും ഇഷ്ടമാണ്. അകം വെടിപ്പാകുന്നതും പുറം വെടിപ്പാകുന്നതും ദൈവത്തിന് ഇഷ്ടത. രണ്ടും വെടിപ്പാകണം. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. അതിന് തെളിവിനൊരു വാക്യം ഒന്ന് വായിച്ചേരെ. എബ്രായ ലേഖനം മുതൽ താഴോട്ടുള്ള വേദശകലത്തിൽ ആ 2 വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ വായിച്ചു. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ കണ്ണിക്ക് തുടങ്ങുന്നില്ലേ വലതുവശത്ത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാനാണ്. ഈ
അടുത്തു വാ എന്ന് പറയാൻ കാര്യം അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ? എന്റെ ന്യായമായ മറുപടി. ഞാൻ അകന്നാ നിൽക്കുന്നു. എന്റെ സബ്ജക്റ്റ് അതല്ല, അതുകൊണ്ട് ആ ഭാഗം എടുക്കുന്നില്ല. അടുത്തു വരാൻ പറഞ്ഞു. വരേണ്ടത് എവിടോട്ടാണ്? ഓടെ കൃപാസന ഭാഷ പറഞ്ഞ വന്നിരിക്കുന്നത് എവിടെ? അതാരാ വായിക്കുന്നേ? മുനി ഇവിടെ ഒരു കസാരയുടെ മുടിഞ്ഞു വാ, രണ്ടുപേരോട് അടുത്തിരിക്കുക. അപ്പം പിന്നെ ചടികടന്ന് വായിക്കാം. പുള്ളിക്കാരിക്ക് ഒരു കൂട്ടുവാകും. ഇങ്ങോട്ട് വരാൻ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പുള്ളിക്കാരിയും കൂടെ എടുത്ത് രണ്ടുപേരുടെ ഐക്യതയോടെ വാക്യം വായിക്കണം. മൈക്ക് പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ആദ്യം എടുക്കാനേ കൊടുക്കണം, തന്നെ പിടിച്ചൊരിക്കരുത്. രണ്ടുപേരുടെ സഹകരിക്കണം. ആദ്യം എടുക്കുന്നവരങ്ങ് വായിച്ചോണം. വായിക്കുമ്പം മൈക്ക് ആരുടെ കയ്യിൽ അയക്കുന്ന വായിക്കുന്നവരുടെ വായിലോട്ടങ്ങ് അടുപ്പിച്ചു കൊടുത്തേക്കണം. വാക്യം ഇഷ്ടം പോലെ ഇന്ന് തരും. അപ്പൊ ശ്രദ്ധിക്കുക, ധൈര്യത്തോടെ അടുത്ത് വരാനാ പറഞ്ഞേക്കുന്നത്. അടുത്ത് വാ. അകന്ന് നിൽക്കുന്നത് കൊണ്ടാ പറഞ്ഞ അടുത്ത് വരാൻ. ഇന്ന് രാത്രി ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും കൂട്ടായ്മയോടും അകന്ന് നിൽക്കുന്നവരെല്ലാം അടുത്ത് വരണം. സകല എണ്ണവും ഇന്ന് രാത്രി അടുത്ത് വരണം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അടുത്ത് വരരുതെന്നാ പറയുന്നത്. ഇങ്ങോട്ട് എടുക്കരുത്, ഇന്ന ആൾക്കാർ ഇങ്ങോട്ട് ഇപ്പൊ കയറി വരരുത്, എത്ര ദൂരം മാറി നിന്നോണം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇത്ര അടി അകലം അല്ലേ? പിന്നെ എത്രയോ നാൾ കഴിഞ്ഞാ വിളംബരമൊക്കെ നടത്തിയത്. ഏത് വിളംബരമാ? ക്ഷേത്രപ്രവേശന വിളംബരം. ആ പരിയത്തൂടെ പോലും ഒരെണ്ണത്തിന് പോകാനൊക്കെ അല്ലായിരുന്നു. അപ്പം അവർക്ക് മനസ്സിലായി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ആളെല്ലാം പോകും. അതിന് പറഞ്ഞ വിളംബരം കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറിയിട്ട് അങ്ങ് അകത്തോട്ട് കയറ്റുന്നില്ലല്ലോ. ഇപ്പോൾ അതിന് വെച്ചേക്കല്ലേ ഇല്ലേ? യോടി അകത്തോട്ട് കയറ്റുന്നുണ്ടോ? അതൊന്നും കയറാനൊക്കത്തില്ല. എന്നാൽ ഇവിടെ അങ്ങനല്ല. ധൈര്യത്തോടെ ഇഞ്ഞ് വരാനാ പറഞ്ഞത്. ഞാൻ അടുത്ത് വാ. നീ ഏത് കുലത്തിൽപ്പെട്ടവനും കുടുംബത്തിൽപ്പെട്ടവനും നിറത്തിൽപ്പെട്ടവനും നിലവാരത്തിൽപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനും ഏത് തരക്കാരനാണെങ്കിലും ഇവിടെ യാതൊരു വിലക്കുമില്ല, അതിര് വിലക്കില്ല, ഊര് വിലക്കില്ല. ധൈര്യത്തോടെ അടുത്ത് വാ. ധൈര്യത്തോടെ അടുത്ത് വരാൻ പറ്റിയ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, നസ്രയനാകുന്ന യേശുക്രിസ്തുവിന്റെ തൃപ്പാദം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം. പ്രൈസ് ദി ലോർഡ്. ഏത് വ്യക്തിക്കും കർത്താവിന്റെ അടുക്കൽ വരാം. ആരെ ഇന്ന് വരെ വിലക്കിയില്ലല്ലോ. ഒരു സഹോദരി വന്ന് തൊട്ടു. എന്താ ഞാന് അവിടെ എനിക്ക് വെയിറ്റ് ചെയ്യ, കുളിച്ചേച്ച് വരാമെന്നൊന്നും യേശു പറഞ്ഞില്ല. അവങ്കൽ നിന്ന് വിശുദ്ധി പുറപ്പെട്ടു, അവള് ശുദ്ധയായി. ഒരു കൂനി തള്ള, ആയുഷ് വരാത്തൊരു തള്ള അല്ലേ? ഇന്ന് വരെ ഞാൻ നിന്നിട്ടില്ല. യേശു തൊട്ടേച്ച് പറഞ്ഞു, നിന്റെ ബന്ധനം അടിച്ചെന്ന്. തള്ള കമ്പിവടി പോലെ പോയത്. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാരുടെ കൈ കെട്ടിയാണ് തള്ളെ പിന്നെ നിവർത്തും കുനിച്ചു. അമ്മച്ചി ഒന്നുകൂടെ കുനിഞ്ഞു ഒന്ന് നിവർന്നാട്ട്, ഇനിയും കുനിഞ്ഞാട്ട്. തള്ള പിന്നെ ഒരൊറ്റ യോഗത്തിന് വരികയല്ല. യേശുവിൻ്റെ അടുക്ക വന്ന ഒരെണ്ണത്തിന് ഡ്രില്ല് കളിപ്പിച്ചില്ല. എന്നിട്ട് സൗഖ്യമായിട്ട് അങ്ങ് പോവാണ്. കുഷ്ഠരോഗിയെ തൊട്ടു, അന്നേരം സൗഖ്യമാണ്. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി
ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നിർത്തിക്കേ മോനെ, ഇതുകൂടെ വെക്കുമ്പോ എനിക്ക് ക്ലിയർ ആകുന്നില്ല. അതിനെ കുഴപ്പമെന്നല്ല, അതുകൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ക്ലിയർ ആകുന്നില്ല. കൂട്ടുകാരൊക്കെ ചെയ്ത് എനിക്ക് ക്ലിയർ ആകണം. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നട്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രതരോരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ആശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നിട്ട് ഒരു തൃപ്തി വരുന്നില്ല എനിക്ക്. എന്തുവാ എന്നാ ചെയ്യണം? ഇവിടെ ഒളിയും കൂട്ടുമനെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? അതിനും വേണം. നേരത്തെ ഓക്കെ ആക്കി വെച്ചിരിക്കുക, എനിക്കറിയാൻ. പിന്നെ ആട്ടെ, ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല, പോകത്തുമില്ല. നിനക്ക് ധൈര്യത്തോടെ അടുത്ത് വരാം. അകത്ത് നിർത്തത്തില്ല, മാറ്റി നിർത്തത്തില്ല, ദൂരത്ത് നിൽക്കാൻ പറയത്തുമില്ല, ഇങ്ങോട്ട് അടുക്കരുതെന്നും പറയത്തില്ല, ഇപ്പൊ കയറി വരികയും ചെയ്യരുതെന്ന് പറയുകയില്ല. ഏത് സമയത്തും ഏത് മാസത്തിലും ഏത് ദിവസത്തിലും ഏത് സന്ദർഭത്തിലും യേശുവിൻ്റെ അടുക്ക ചെല്ലാം. പുള്ളിയോട്ട് ഉറങ്ങുന്നുമില്ല. എന്നാ വെയിറ്റ് ചെയ്യും, ഉണർത്തി കഴിയുമ്പോൾ കാണാമെന്നൊന്നുമല്ല. അങ്ങനല്ലേ ഇസ്രായേലിൻ്റെ പരിപാലകൻ. അതാ ദൈവത്തിന് മഹത്വം. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്കൊന്ന് ചൂടുവാൻ ദൈവം കൃപ ചെയ്തത്. ആ നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. തിരുവചനം പഠിപ്പിക്കുക, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അതെ, കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി. 2 ലേഖനത്തിലെ വിഷയം വിശുദ്ധീകരണം, വേർപാട്. 1-ാം ലേഖനത്തിൽ നമുക്കറിയാം 16 അധ്യായങ്ങളാണ്. ആ 16 അധ്യായവും വേഗത്തിൽ ഒന്ന് പഠിച്ചാൽ 16 അധ്യായത്തിൽ 16 വിഷയങ്ങളാണ്. 16 വിഷയമല്ല, 100 വിഷയങ്ങളാണ്. എങ്കിലും വേഗത്തിൽ പഠിപ്പാൻ ഒരു അവലോകനം നടത്തിയാൽ 16 വിഷയം. 1-ാം അധ്യായത്തിലെ വിഷയം പക്ഷം പിടിക്കുന്ന കാര്യമാണ്. 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ ഈർഷ്യയും പകയും പണക്കും. 4-ാം അധ്യായത്തിൽ അറിവ് കണ്ടമാനം ഇരുന്ന് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത നടപടിക്രമങ്ങൾ ഇതിനകത്ത് കയറി. 6-ാം അധ്യായത്തിൽ കേസും കോടതിയും വഴക്കും വ്യവഹാരവും. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്നു. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കം, അതിന് പരിഹാരം. 9-ാം അധ്യായത്തിൽ ഇതൊക്കെ പറഞ്ഞ പൗലോസിന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിച്ച് അനേകര് പട്ടുപോയി. 11-ാം അധ്യായത്തിൽ തിരുമേശകളുടെ തനതായ ഉപദേശം. 12-ാം അധ്യായം കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. 13-ാം അധ്യായത്തിൽ അതിശ്രേഷ്ഠമായ ഒരു വരം മറ്റൊന്നുമല്ല, ദൈവസ്നേഹം. 14-ാം അധ്യായത്തിൽ അന്യഭാഷ, പ്രവചനം, വിവിധ ഭാഷ, ഇതെല്ലാം വിനിയോഗിക്കേണ്ട വിധം, അതിനൊരു പ്രയോഗമാണ്, ഉചിതമായിട്ടും ക്രമമായിട്ടും. 15-ാം അധ്യായത്തിൽ വിഷയം നമ്മുടെ പ്രത്യാശയുടെ അധ്യായമാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ രൂപാന്തരവും മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് മേപ്പോട്ടൊരു പോക്കുണ്ട്.
ലാലു എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കീബോർഡൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാ. പേടിക്കൊന്നും വേണ്ട. കർത്താവിൻ്റെ മഹത്വം. അത് വിളിച്ചത് അവരെയല്ലേ, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം അതൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നവരാ. എന്നിരുന്നാൽ നമ്മുടെ അപ്പൻ അങ്ങ് തിരിച്ചു പോയെങ്കിലും പാട്ട് തന്നേച്ചാ പോയത്. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാഹളധ്വനിയിങ്കൽ 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 ചടുചടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ. ചടുചടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം പരനേ നിൻമുഖം പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതിരാൻ ഉണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാൻ ഉണ്ടെനിക്കാശ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായം. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നല്ല സുഖമുണ്ട് മോനെ, ക്ലിയറാ. പാട്ടോടെ പാടുമ്പോൾ അങ്ങോട്ട് അതോടെ വരുമ്പോൾ ഒക്കുന്നില്ല. മോണിറ്റർ ഇത് പോരാഞ്ഞിട്ടായിരിക്കുമല്ലോ. നോക്കാം. ദൈവത്തിൻ്റെ മഹത്വം ആട്ടെ. എന്നാലും നമുക്ക് വചനം എന്തിനകത്ത് നിങ്ങൾ ചിന്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായത്തിൽ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. രൂപാന്തരം എന്ന് പറഞ്ഞ രൂപാന്തരം എന്ന കാര്യമൊന്നുമല്ല. രൂപാന്തരം അതാ. രൂപാന്തരം എന്ന് പറഞ്ഞ രൂപത്തിന് അന്തരം വരിക, മാറ്റം വരിക. അതിനാ ഈ നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ല. അത് നമുക്കും അറിയാം. എത്ര നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്നേച്ചായി വന്നേക്കുന്നത്. എന്നിട്ട് തന്നെ അരിശം കയറിയാ വന്നിരിക്കുന്നത്, ഒത്തില്ലെന്ന്. ആ മുഖം ചുട്ടും ക്രിയൊക്കെ കാണുമ്പോൾ അറിയാം അരിശം കയറിയല്ലേ ഇരിക്കുന്നത്. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു കളറും ഇല്ല. തണ്ണിച്ചാന് കളറുണ്ട്, പിന്നെ ചിലർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു നല്ല കളറല്ല. നമുക്ക് ഒരു നല്ല രൂപമല്ല, നല്ല ഷെയ്പ്പല്ല. എന്നാൽ കാകളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ഈ ഷെയ്പ്പ് അങ്ങ് മാറും. അതല്ലേ നമ്മുടെ പ്രത്യാശ. ഈ രൂപത്തിന് മാറ്റമുണ്ടാകും. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പദം, ഒരു പാട്ടിന്റെ വരികളുണ്ട്. പുതിഗന്ധം നിറയൂമി, പുതിഗന്ധം നിറയൂമി, ദേഹം താക തീടുമേ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. പൂതിഗന്ധം നിറയുന്ന ഈ ദേഹം അങ്ങ് തകരും. പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. അല്ലേ? ഉണ്ടല്ല. നമ്മുടെ ഈ ശരീരത്തെ വലിയ കാര്യമായിട്ടാണ് കൊണ്ട് കിടക്കുന്നത്. പക്ഷെ ഇത് ചെറിയ ഉദാഹരണം. ഒരാഴ്ച പല്ല് തേക്കാതിരുന്നേ. എന്തിനാ ഒരാഴ്ച? തേച്ചിട്ടൊക്കുന്നില്ലല്ലോ. നമ്മൾ എന്നെ എടുക്കലും നിങ്ങൾക്ക് ചിലരോട് എന്തോ ഉണ്ട് ദൈവദാസനെ
അല്ല എന്തുകൊണ്ടാച്ചാ പുള്ളി നേരെ മിണ്ടാൻ മേല. പിന്നെ ചിലര് കൈറേച്ചിലുള്ളവർ ഏലക്കായൊക്കെ വായിലിടുന്നുണ്ട്. പിന്നെ വെളിയിൽ നിന്നൊക്കെ വരുന്നൊരു ചൂയിങ്ങമാണ്. ആട് ചവയ്ക്കും പോലെ യോഗത്തിന് വരെ ഇരുന്ന് അങ്ങ് ചവയ്ക്കുക, വീണ്ടരച്ചിരിക്കുക. നാറ്റ കേസാണ് ഇതൊക്കെ. അപ്പൊ ഈ ശരീരം ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരമാണ് അല്ലേ. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല അല്ലേ, അടിക്കുന്ന ഇതുള്ളതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും അതെടുത്ത് സ്തോത്രം. ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. അപ്പൊ സാറ് കൊടുത്ത ഭാഷ്യം ഈ ദുർഗന്ധം, ഭൂതിഗന്ധം എന്ന് പറഞ്ഞ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഈ ശരീരം അങ്ങ് തകരും. എന്നിട്ടോ വേറൊരു ശരീരം ലഭിക്കും. അടുത്ത ലൈനിൽ സാറ് കൊടുത്തിരിക്കുന്നത് കേരളം. ഇത് അതെന്നെ അടിക്കാൻ ഓർഗണൊന്ന് നിർത്തിയേച്ച് ഇതൊന്ന് അടിച്ചു നോക്കിയാൽ. അപ്പൊ ഞാൻ അപ്പൊ ഏതാ ഒക്കുന്നെന്ന് വെച്ചാൽ നമുക്കിന്ന് കൈകാര്യം ചെയ്യാം. അപ്പം അത് നിർത്തിയേച്ച് ഇതൊന്ന് നോക്കണം. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ ഭൂതിഗന്ധം നിറയുന്ന ഈ ദേഹം അങ്ങ് തകർക്കും. എന്നിട്ട് നമുക്ക് ഒരു പുത്തൻ ശരീരം തരും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറഞ്ഞിരിക്കുന്ന പദമെല്ലാം നിങ്ങൾക്ക് മനഃപ്പാഠമാ കൊരിന്ത്യ ലേഖനത്തിൽ. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ വരുമെന്ന് ഏത് ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയെ ഇരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിനും അതതിന്റെ ശരീരം കൊടുക്കും. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രത്വത്തിൽ ഉയർത്തുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മിക ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മിക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. ഒടുക്കത്തെ ആദാം സ്വർഗീയനാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേ നിന്റെ ജയം അവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ സഹോദരന്മാര്, ഉറപ്പുള്ളവര്, കുലുങ്ങാത്തവര്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചോണം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇത് കൂടുതൽ എന്തോ പ്രത്യാശ ലഭിക്കാൻ. സ്തോത്രം. ഭാഗ്യകരമായ പ്രത്യാശയെന്ന, മഹാപ്രതിഫലമുള്ള പ്രത്യാശയെന്ന, ജീവനുള്ള പ്രത്യാശയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരെല്ലാം പോയത് പ്രത്യാശയോടെ. TPM-കാര് ഒരു പാട്ട് പാടുമായിരുന്നു. പ്രത്യാശയോടി വിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ. കണ്ടോ, വിളിച്ച് മുന്നിരുത്തി എന്റെ ഗുണം കണ്ടോ. പ്രത്യാശയോടി വിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ എന്നോ നിമേക്കെ വന്നിടും വിശ്രാമ നാട്ടി. ഉണ്ടോ ഇനി കാലദൈർഘ്യം, എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിൽ. ഉണ്ടോ ഇനി കാലദൈർഘ്യം, എത്ര നാൾ ഞാൻ ഓടണം ചൊല്ലിടുക. വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമൊക്കവേ തന്റെ വരവൊന്നു
സിലോൺ പെന്തക്കോസുകാരുടെ പഴയ പാട്ടാണ്. അവരുടെ പഴയ പാട്ടെല്ലാം ബഹുകേമമാണ്. ഇപ്പോഴത്തത് പഴയ പാട്ടെന്തോ പാട്ടുകളാണ്. അപ്രതിഷ്ഠാ ജീവിതവും ത്യാഗ ജീവിതവും ഒക്കെ അല്ലേ, അതനുസരിച്ച് ആ പാട്ടം കൊണ്ട് എഴുതല്ലേ. കുര്യച്ചാൻ്റെ പാട്ടും പഴയ പി പി മാത്തിൻ്റെ പാട്ട് നമ്മുടെ വേച്ചാനുണ്ടല്ലോ, വേച്ചാൻ കുമ്പളാമ്പ വേറെ കടമ്പനിട്ട അതാ കുമ്പളാമ്പയ്ക്കപ്പുറം കടമ്പറ്റ വേച്ചാൻ. ഇ വി വർഗീസ് അതാ പത്തനാപുരം ഇട്ടിക്കൽ എന്തോ പാട്ട്. പഴയ പി പി മാത്യു, പിന്നെ മുട്ടൻ കീ വർഗീച്ചൻ, നല്ല പാട്ടുകളാണ്. ആ പഴയ പാട്ടൊക്കെ ഇപ്പം പാടിയാലും അകത്ത് കത്തലുണ്ടാകും. ഇപ്പോഴത്തെ എല്ലാ മേഖലയിലും പുതിയ പാട്ടൊന്നും ആട്ടെ. ഇന്ന് പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പിയാന്ന് തോന്നിട്ട് നല്ല വാചകം കൊടുത്ത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. വാചകം ഞാനങ്ങ് മറന്നുപോയി. സാഹിത്യവും സംഗീതവും കൂടെ ഒത്തിണങ്ങിയാൽ അത് ഒരിക്കലും വിട്ടുമാറുകയല്ലെന്ന്. പാട്ടിന് സാഹിത്യവും സംഗീതവും കൂടെ ചേരണം. ചിലയിടത്ത് സംഗീതമുണ്ട്, ഒരു സാഹിത്യവും ഇല്ല. ചിലയിടത്ത് സാഹിത്യമാണ്, ഒരു ട്യൂണും കാണുകയില്ല. എന്നാൽ സാഹിത്യവും സംഗീതവും കൂടെ രണ്ടും കൂടെ നല്ല ക്രമത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ പാട്ട് ഒരിക്കലും മറയുകയില്ല. എന്നാൽ പെന്തിക്കോസുകാരുടെ പാട്ടിൻ്റെ വിശേഷത പഴയ പാട്ട് സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ദൈവകൃപയുണ്ട്. കൃപയിൽ നിന്നപ്പോഴായി പട്ടിണി കിടന്നപ്പോഴല്ലേ പാട്ടല്ലാതെ ചിക്കൻ്റെ കാലേ കടിച്ചപ്പം എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല കടിച്ചു പിടിച്ചോണ്ട. പഴയ പാട്ട് കേമോ ഇല്ലേ? വായ്പ വാങ്ങാനിട ആ കടയിൽ കാശ് കൊടുക്കാനുള്ള ഇപ്പുറത്തെ വഴി കൂടെ പോകുന്നത്. അവനാ വന്നിരുന്ന് പാടുന്ന വായ്പ വാങ്ങാൻ. കടക്കാരൻ ചോദിച്ചു, ആ ജോർജ് കുട്ടി ഇപ്പം ഇവിടെ ഇല്ലേ? ജോർജ് കുട്ടി ഇവിടെ ഉണ്ട്. എന്ന് തൊണ്ടി ആടി തോട്ടി ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നടന്നങ്ങോട്ടങ്ങ്. അവന് ഞായറാഴ്ച വന്നു വായ്പ വാങ്ങാൻ. കടക്കാരൻ നിന്നെ കാണാനിരിക്കുക. ഉളത്തരമെല്ലാം പാടി നടക്കാറ്. എന്നാ ഭക്തന്മാര് ജീവിതത്തിന്റെ അനുഭവത്തിൽ പാടിയ പാട്ടുകളുണ്ട്. മത്തായിച്ചനെ പാടിയ പാട്ട് നമുക്കറിയാം. ഇന്ന് മിക്കവാറും പാട്ട് തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നത്. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി, നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി, പോകാമിനി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. അനുഭവത്തിന്റെ തീച്ചുളെ കൊഴുതി എന്തോ നല്ല വരികളാ. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെ. വിശ്വാസത്തിലൊക്കെ ഒറ്റക്കിറങ്ങുമ്പം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വല്ല ഒറ്റപ്പെടുത്തും. കൂടെ ഒന്നും വരാൻ ആള് കാണുകയില്ല. അടുത്തതാ, മോടിയുള്ള വസ്ത്രം തനിക്ക് മേനിമേ ചുറ്റാൻ ഏനോവില്ല. മോടിയുള്ള വസ്ത്രം മേനിമേ ചുറ്റാൻ ഏനോവില്ല. പക്ഷെ അടുത്ത ലൈന, ആനന്ദത്തിനൊരു കുറവുമില്ല. ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുക. അതുപോലെ കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ആ സന്തോഷമാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഗോശാലകളിൽ കന്നുകാലി ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല, അത്യവശ്യം തളർത്തുന്ന വരത്തില്ല, മുന്തിയിൽ ഫലം കണ്ടെന്നും വരികയില്ല. പക്ഷേ യഹോവയിൽ ആനന്ദിച്ചോണം, ആനന്ദിച്ച് വേണം ദൈവത്തെ സ്തുതിക്കാൻ. ആട്ടെ, ഓടിച്ചു പോകാം. 15-ാം അധ്യായത്തിലെ വിഷയം വിശുദ്ധന്മാരുടെ രൂപാന്തര ഉയർപ്പം. 16-ാം അധ്യായത്തിലെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം, എല്ലാവർക്കും സന്തോഷം തരുന്നൊരു വിഷയമല്ല. അപ്പം ചോദിക്കും, അതിന് 15 സന്തോഷമാണ്, രൂപാന്തര ഉയർപ്പം. 16 അത്ര സന്തോഷം തരുന്നൊരു വിഷയം അധ്യായം അല്ല. അതെന്നാന്ന് ചോദിച്ചാൽ ദശാംശം സ്വോത്രാഴ്ചയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ചരിതിച്ചു കൊണ്ടുവരണം. അതാണ് 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് വന്നു കഴിഞ്ഞ് ഓത്രാഴ്ച എടുക്കരുതിന് മുന്നേ എടുക്കണമെന്നാ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത്
ചരതിച്ച് എന്റെ പക്കൽ വെച്ചുകൊള്ളു. കഴിവുള്ളത് തന്നാ മതി. ഇത് ഗുണ്ടായുസം ഒന്നുമല്ല. പേഴ്സ് എടുക്കടാ, കഴിവുള്ള. അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഒരു വലിയ കൺവെൻഷന് ഞാൻ നിൽക്കുക. എവിടാന്നോട് ചോദിക്കരുത്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു അച്ചായനുണ്ട്, ബാബച്ചായനും ഉണ്ട്. അപ്പം ഞങ്ങൾ നിന്നപ്പം സ്വോത്രകാഴ്ചയ്ക്ക് അനൗൺസ് നടത്തിക്കൊണ്ടപ്പം മെയിൻ പാസ്റ്റർ ആരാന്നിപ്പോൾ ചോദിക്കരുത്, പേര് പറയുന്ന മോശമല്ലയോ, പുള്ളി പറഞ്ഞു ഇന്ന് രാത്രി എല്ലാവരും അന്ന് ഏറ്റവും വലിയ നോട്ട് 1000-ന്റെ നോട്ട് ഇടണം. അന്ന് 2000 ഇറങ്ങിയിട്ടില്ല, 1000 ഏറ്റവും വലുത്. എല്ലാവരും 1000-ന്റെ നോട്ടേ ഇവിടെ ഇടാവുള്ളൂ. അപ്പം സ്വോത്രകാഴ്ച എടുത്ത് ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങളും അടുത്ത് നിൽക്കുക. അപ്പം വന്ന പുള്ളിയോട് ഞങ്ങളുടെ പാപ്പച്ചൻ ചോദിച്ചു, ഡേ ഇല്ല 1000-ന്റെ നോട്ടിനൊന്ന ഇല്ല. പുള്ളി കൊട്ടാരക്കര ആയതുകൊണ്ട് ആ ശൈലിയെ സംസാരിക്കുകയുള്ളൂ. പുള്ളി കുറിക്ക് നല്ല മറുപടി കൊടുക്കാൻ മിടുക്കനാ. പുള്ളി 1000-ന്റെ നോട്ട് ഇടണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ 1000-ന്റെ ഇല്ല, 200 ഉള്ളൂ, എനിക്ക് ഇടാവോ എന്ന് നീ അവനോട് ചോദിച്ചു വന്നെന്ന് പറയണം. 1000-ന്റെ മാത്രം ഇടാവുന്ന അവിടുന്ന്. അപ്പം എൻ്റെ ഈ 200 ഉള്ളൂ, അപ്പം എനിക്കത് ഇടാവോന്ന് നെല്ലി അവനോട് ചോദിച്ചു വന്ന് എന്നോട് പറയണം. പോയ വഴി പുല്ലില്ലായിരുന്നു. മനസ്സിലായോ? അവനവന്റെ കഴിവനുസരിച്ച ചരതിച്ച് ഒന്നുകൂടെ വായിക്കാൻ വായിച്ച 2-ാം വാക്യം 16:2. വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് എന്ന് പറഞ്ഞ അതിന് ന്യായമായ വ്യാഖ്യാനം പറയാ. ഓരോ ആഴ്ചയും ദൈവത്തിനുള്ളത് കൊണ്ടുവന്നോണം. അടുത്ത മാസമാകട്ടെ, മാസത്തിലൊന്നാകട്ടെ, ആണ്ടോടാണ്ടൊക്കെ അങ്ങനല്ല, ആഴ്ച കൊണ്ടുവന്നോണം. ദൈവം തരുന്ന നന്മയ്ക്ക് അനുസരിച്ച് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചവരായി ദൈവദാസന്മാരും ഈ എളിയവനും ഇവിടെ ഇരിക്കുന്ന പലരും. ദൈവത്തിന് സ്തോത്രം. ദൈവം ദോഷങ്ങളൊന്നും ചെയ്യുന്നവനല്ല. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവവും അല്ല. നിന്റെ സന്തതിയെയും ദൈവം അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 16-ാം അധ്യായം അങ്ങനെയുള്ള വിഷയമാണ്. പക്ഷേ 16-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. 22, 23 വാക്യം ഒന്നുകൂടെ വായിക്കാം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കമ്പിവാചകം പോലെ ചില കാര്യം ഉറപ്പിക്കാം. യേശു ക്രിസ്തുവിനെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനെ ശപിക്കപ്പെട്ടവൻ. ഈ തിരുവചനം പഠിക്കുമ്പോൾ ശാപം വരാൻ പല കാരണമുണ്ട്. കടത്തി ഒരു കാര്യം പറയാം. ഒരുവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ, രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, അവൻ അന്ന് വരെ ചെയ്ത സകല അനീതിയും അക്രമവും പാപവും യേശു ക്ഷമിക്കും. അതുവരെയുള്ള മുഴുവൻ ക്ഷമിക്കും. ഒന്നും പിന്നെ കണക്കിടുകയില്ല. കർത്താവിന് മഹത്വം. ഏത് അനീതിയും ഏത് പാപവും സകല പാപങ്ങളും യേശു ക്ഷമിക്കും. എന്നാൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം നീ വചനത്തിന്റെ പ്രവൃത്തിയും പ്രമാണവും അനുസരിച്ച് നിന്നില്ലെങ്കിൽ ശാപങ്ങൾ വീണ്ടും ഉണ്ടാകും. അതാ മുൻകാല ശാപമല്ല, അതിന് ശേഷം ഉണ്ടാകും. ഞാൻ വാക്യങ്ങൾ പറയാം, വിശദീകരിച്ച് പോകാൻ നേരമില്ല. തെളിവിന് ശാപം വരാനുള്ള കാരണം വായിച്ചേ. യെരമ്യാവ് 11:2 എടുക്കണം. ഒരാള് യിരെമ്യാവ് 17:5 എടുക്കണം. ഒരാള് യിരെമ്യാവ് 48:10 എടുക്കണം. ഒരാള് മലാക്കി 3:9 വായിക്കണം. ഒരാള് മത്തായി 25:41-42 എടുക്കണം. ഒരാള് പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 ഒക്കെ അങ്ങോട്ട് വായിച്ചു. പിന്നെ ഞാൻ ബാക്കി പിന്നെ തരാം. ആദ്യം യെരമ്യാവ് 11:2 എടുക്കാൻ. ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിക്കുക. ഈ നിയമത്തിന്റെ വചനങ്ങൾ നിങ്ങൾ കേട്ട് യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, നീ അവരോട് പറയേണ്ടതെന്നാൽ മുനിയറക്കാരോട് പറയേണ്ടതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ടനുസരിക്കാൻ. അല്ലയോ മുനിയറക്കാരെ, എത്ര വർഷത്തെ കൺവെൻഷനായി? ഇപ്പം 19 വർഷമായിട്ട് വന്ന് കുത്തിയിരിക്കുക.
കർത്താവ് വരാൻ താമസിച്ച് ആയുസ് വാരി കൊണ്ട് അടുത്ത വർഷവും മരണം. എന്നാൽ ഒരു കാര്യം, ഈ 19 വർഷവും വന്ന് ഈ വചനം കേൾക്കുക, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് വായിക്കൂടെ വായിക്കും. അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മതി, എന്തിനാ ഇനി അധികം വായിക്കുന്നത്? ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. വചനം കേട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല, അതനുസരിച്ചില്ലെങ്കിൽ ശാപം ഉണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. വചനം കേട്ട് മാർക്കിട്ട് കൈയടിച്ച് ബഹളം ഉണ്ടാക്കി അഭിപ്രായം പറഞ്ഞ് പോകുന്നത് നല്ലതാ, പക്ഷെ അതനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. രക്ഷകയുടെ വചനം കേട്ടിട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപം വരും. സ്നാനത്തിന്റെ വചനം കേട്ടു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതനുസരിച്ചില്ലേ ശാപം ഉണ്ടാകും. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം, മറുഭാഷ അന്യഭാഷയിൽ അത് പ്രാപിച്ചില്ലെങ്കിൽ അത് ദൈവം തരുന്നതാ. വിശ്വസിക്കുന്നവർക്ക് ദൈവം തരുന്നതാ, ആരും കൊടുക്കുന്നതല്ല. ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ അതിന് വിധേയപ്പെട്ടില്ലെങ്കിൽ, ആഗ്രഹിച്ചില്ലെങ്കിൽ, അതിനോട് വിശ്വാസമില്ലെങ്കിൽ ശാപമാണ്. സ്തോത്രം. വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാട് ജീവിതം നയിക്കണം. അതിന് താല്പര്യമില്ലെങ്കിൽ അത് ശാപം വരും. കേട്ടത് കൊണ്ട് മാത്രമായില്ല, കേട്ടിട്ട് അനുസരിച്ചില്ലേ ശപിക്കപ്പെടും. ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ശാപം ഉണ്ടാകരുത്. കേൾക്കുന്നവർക്ക് ആർക്കും ശാപം ഉണ്ടാകരുത്. ശാപം മാറണം. ശാപം മാറാനുള്ളൊരു കാരണമാ ദൈവത്തിന്റെ വചനം അനുസരിച്ചോണം. ആ 17:5 വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ, സമയത്തെ ഭയപ്പെടുന്നു. 17:5 നേരത്തെ ഞാൻ പറഞ്ഞത് ചേട്ടന്ന് വായിക്കാനാ. രണ്ടുപേരുടെ വർത്താനം പറയാന്ന്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. രണ്ടാമത്തെ ശാപം വരാൻ കാര്യം, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. അത് 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന, വിവരിക്കുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞു വിടാം. ജഡത്തെ ഭുജമാക്കിയാൽ ശാപം ഉണ്ടാകും. എൻ്റെ മിടുക്ക് കൊണ്ട് ഇതൊക്കെ നടന്നു, എൻ്റെ കൈക്കരുത്ത് കൊണ്ട് ഇത് നടന്നു, ഞാനില്ലായിരുന്നേ കാണായിരുന്നു, അങ്ങനെ ചിന്തിച്ചാൽ സൂക്ഷം ശാപമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. വിലാപങ്ങളിലെ വാക്യം നമുക്ക് മനപ്പാടമാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാണ്. സങ്കീർത്തനക്കാരെ പാടി, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. അവൻ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കൈക്കരുത്തല്ല, നമ്മുടെ കൈമിടുക്കല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ നിങ്ങൾ കൃപയാൽ. ചില സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരാളുള്ളത് കൊണ്ടായി വീടിങ്ങനെ. ചില ആൾക്കാരെ പറ്റി പറയുന്നില്ലേ, ആ അച്ചായനുള്ളത് കൊണ്ടാണ് ഈ സഭ ഇങ്ങനെ. ഈ അച്ചായനുള്ളത് കൊണ്ടാണ് ഈ സഭയെ വേറെ ആൾ വരാത്തത്. അതാണ് അതിൻ്റെ പരമാർത്ഥം. ഇതിങ്ങനെ അടക്കോടി ഇരിക്കുമ്പോൾ വാതൊക്കെ ഇരിക്കുക, ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കേടിയെ കയറ്റി മുട്ട ഇടുക. പണ്ട് 82 പൊരുന്നിയതാണ്, 81 ഒരു 3-4 മുട്ട ഇട്ടതാണ്. അതിൻ്റെ കൊക്ക ഇപ്പോഴും നടക്കുന്നത്. അന്ന് കൊക്കിയ കൊക്ക്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു പദം കടമെടുക്കുക, സബ്ജക്റ്റ് വേറെയാണെന്നല്ലോ. ആ പദം ഞെളിയാതെ ഭയപ്പെടുക. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഇരിപ്പൊക്കെ കണ്ട ഇപ്പം തന്നെ ഹൈ റേഞ്ച് തീരദേശമാക്കുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഒന്നും നടക്കുകയില്ല. ഞെളിയാതെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. നമുക്ക് ഒരു കഴിവുമില്ല, ഒന്നും ഒക്കത്തില്ല, എല്ലാം തമ്പുരാൻ്റെ കരുണയാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, ഞാൻ വിവരിക്കുന്നില്ല, നിന്ന് വിവരിക്കേണ്ട ഭാഗങ്ങളാ. ഇനി ആ 48:10 വായിച്ചേ സഹോദരിമാരെ. കണ്ടോ, മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചേ. അവിടെ വായിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എടുക്കുക. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജടികടന്ന് വായിച്ചോണം, അല്ലെങ്കിൽ അത് ഉദാസീനതയോടൊന്നും വായിക്കരുത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെടണം. കൈയടിച്ചാൽ ഉറക്കെ കൈയടിച്ചോണം, തൂത്തിരിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാൽ ശക്തിയോടെ സ്തോത്രം പറഞ്ഞോണം, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ എന്ന് പറയണം. ദൈവത്തിന് എന്ത് ചെയ്താലും ശക്തിയോടെ.
സിംഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്താലും ശക്തിയോടെ സിംഹം ചെയ്യുള്ളൂ. എലിയെ പിടിക്കാൻ പോയാലും പുലിയെ പിടിക്കാൻ പോലും ശക്തിയോടെ അല്ലേ? ആ എലിയ ഒറ്റ സിംഹം വിചാരിക്കരുത്. ആ എലി മറ്റേത് പുലിയ, അങ്ങനല്ല. എലിയെ പിടിക്കാൻ പോയാലും പുലിയെ പിടിക്കാൻ പോലും സിംഹമല്ലേ അവൻ, അവന്റെ പ്രൗഢിയില്ലേ. നാം സേവിക്കുന്നത് യഹൂദാഗോത്രത്തിന്റെ സിംഹത്തെയാണ്. അങ്ങനെ ആരാധിക്കുന്നത് നീ എന്ത് ചെയ്താലും ശക്തിയോടെ ചെയ്തോണം. ഇപ്പൊ ഒരു ലഘുലേഖ കൊടുക്കുക, ഞാൻ ചില ലഘുലേഖ കൊടുക്കാൻ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ആ റോഡിലോ ബസ് സ്റ്റോപ്പിലോ പോയി നിൽക്കുക. നീ ഇത് എടുത്തോണ്ടിറങ്ങിയേക്കരുത്, മര്യാദ തന്നെ പഠിക്കാതിരുന്നോണം. നിന്നോട് ആര് പറഞ്ഞിറങ്ങാൻ? നിന്നോട് ദൈവം പറഞ്ഞു. കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്തോണം. ഒരുവനെ കണ്ട്, ബ്രദർ സഹോദരൻ ഇത് പിടിക്കുക, അവൻ ചോദിക്കുന്നത് ലഘുലേഖ ദൈവവചനങ്ങൾ വായിക്കുക. ഇതങ്ങനല്ല. ബസ്സാ കയറുന്ന ചുമ്മാ യാഗം ഉണ്ടാക്കി വെക്കരുത്. അതിന് പിന്നെ കൂടി ഞാൻ കഴിഞ്ഞ ആഴ്ച 5000 ലഘുലേഖ കൊടുത്തു. ഒറ്റ ഒരെണ്ണമേ കൊടുത്തോളെങ്കിലും അത് നന്നായിട്ട് ചെയ്യേ. ഒന്നേ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി, നന്നായിട്ട് പ്രാർത്ഥിക്കേ. ഒന്നേ കൈയടിക്കാൻ അവസരം കിട്ടി, നന്നായിട്ട് കൈയടിക്കേ. ഉദാസീനതയോടെ വേല ചെയ്യരുത്, അവൻ ശപിക്കപ്പെട്ടവനാ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്താലും ശക്തിയോടെ ചെയ്തോണം. ഞാൻ ശാപം വരാനുള്ള ചില കാരണങ്ങൾ ഇനി ഒത്തിരി ഉണ്ടത്. ആ ഭാഗത്തേക്ക് പോയി എടുത്ത വാക്യത്തിൽ നിന്നൊന്നും പറയാനൊക്കാതെ വരും. അതുകൊണ്ട് ആ ഭാഗം എടുക്കുക. ശാപം വരാൻ വേറൊരു കാരണം കൂടെ പറയാണ്ട്, ആവർത്തന പുസ്തകം 27 അധ്യായം എടുത്തേ. ആ 27 അധ്യായത്തിന്റെ 15 വാക്യം ഒന്ന് 16 വാക്യം വായിച്ചേ. മൈക്ക് കൂടെ വായിക്കേ. ഓണാക്കുന്നു. ഓണായോ? എൻ്റെ മോനെ അത് ഓണാക്കി കൊടുക്ക്. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ ശാപം വരാനുള്ള കാരണം? മാതാപിതാക്കളെ നിന്ദിച്ചാൽ ശാപം ഉണ്ടാകും. മനസ്സിലായോ? അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ, അപ്പനെ അമ്മയെ ബഹുമാനിച്ചില്ലെങ്കിൽ, അപ്പനെ അമ്മയെ നിന്ദിച്ചാൽ ശാപം ഉണ്ടാകും. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയെ നിന്ദിക്കരുത്. കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയ നിന്റെ അപ്പൻ, നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പനെ നിന്ദിക്കരുത്. മാതാപിതാക്കളെ നിന്ദിച്ചാൽ, മാതാപിതാക്കളെ പരിഹസിച്ചാൽ, ആക്ഷേപിച്ചാൽ, അവരെ അന്വേഷിച്ചില്ലെങ്കിൽ ശാപം വരും. ഇനി എന്നാ വരാനുള്ളതെല്ലാം തള്ളയ്ക്ക് വെള്ളം കൊടുത്തില്ല, അപ്പൻ ചത്തും പോയി. അങ്ങനെയുള്ളവരുടെ കാര്യമായി പറയാനത്. അന്വേഷിച്ചവരുണ്ട്. അവരെ പറ്റി പുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകും, ദീർഘായുസ്സും ഉണ്ടാകും. നിന്റെ സന്തതിക്ക് ഒരു ദോഷം വരികയില്ല. നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഒരു ശാപം ഉണ്ടാകരുത്. ഇവിടെ വന്ന എല്ലാവർക്കും അനുഗ്രഹമാകണം. നമ്മളെടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും വൈര് 16:22 കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഈ കർത്താവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? കുറുവാക്യം മറക്കരുത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവന്. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? അതിന് കമ്പിവാചകം പോലെ 2-3 കാര്യം പറയാം. എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത്? അതിനൊന്ന്, കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അവൻ കർത്താവാകയാല. യേശു കർത്താവാകയാൽ ആ കർത്താവിനെ സ്നേഹിച്ചോണം. അതെന്താ കാരണം? എന്നാ യേശു കർത്താവ് എന്ന് പറയാൻ കാരണം? കർത്താക്കന്മാർ ഒത്തിരിയുണ്ട്, പിതാക്കന്മാർ ഒത്തിരിയുണ്ട്, നടത്തിപ്പുകാർ ഒത്തിരിയുണ്ട്, പക്ഷെ കർത്താവ് ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിക്കണം. എന്താ ഈ കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയാൻ അതിന്റെ കാരണം?
വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം ഏക ദൈവമല്ലാതെ ദൈവമില്ലെന്ന് നാം അറിയുന്നു. അടുത്തത് പല ദേവന്മാരും പല കർത്താക്കന്മാരും കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിന്നെ അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. അടുത്തത് യേശുക്രിസ്തു എന്ന ഏക കർത്താവ് ഏക കർത്താവ് നമുക്കുണ്ട്. പോരെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം? അതിലൊന്ന്, അവൻ കർത്താവാകയാൽ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? യേശുക്രിസ്തു എന്ന ഏക കർത്താവേ ഉള്ളൂ. അതുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിച്ചോണം. എഫേസ്യ ലേഖനം 4-5 വാക്യം ഇതിനോട് ചേർന്നൊന്ന് വായിച്ചേ. എല്ലാ വാക്യങ്ങളും ഇപ്പൊ എടുപ്പിക്കാൻ നേരമില്ല, വായിക്കാനും അല്പം അമാന്തമം തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം വേണ്ട. ആ 4-5 വായിച്ചോ. എഫേസ്യ ലേഖനം. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. മതിയല്ലോ, കർത്താവ് ഒരുവൻ. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ചോണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. സ്നേഹിക്കാനുള്ളതിന്റെ 1-ാമത്തെ കാരണം അവൻ കർത്താവാകയാൽ. ഒറ്റ കർത്താവേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. കർത്താക്കന്മാരൊക്കെ ഒത്തിരി കാണും, കർത്ത അങ്ങനെയൊക്കെ ഉള്ളവരുമുണ്ട്. എനിക്കൊരു സ്നേഹിതനുണ്ട്, പ്രൈസ് കർത്ത. പുള്ളി കർത്താവല്ല, കർത്താവല്ല. കർത്താവ് ഒരുവൻ, നസറയനാകുന്ന യേശുക്രിസ്തു മാത്രം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പറക മനമേ, ഇഹത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പറക. മനമേ, ഇഹത്തിലുണ്ടോ പറക. അപ്പൊ കർത്താവിനെ സ്നേഹിക്കണം. അതിന് കാരണം ഒന്ന്, അവൻ കർത്താവാ. ഈ കർത്താവ് എന്ന് പറയാൻ കാരണം എന്നാ? അത് ഒന്ന് രണ്ട് കാര്യം പറയാം. അതിന്റെ കാരണം ഒന്ന്, അവൻ ദൈവമാ. കർത്താവ് ദൈവമാ എന്ന് പറഞ്ഞ യേശുക്രിസ്തു ദൈവമാണെന്ന്. യേശുക്രിസ്തു ദൈവം അല്ലെന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, സാക്ഷിക്കാരെന്നാ പറയുന്നത്. ഇപ്പൊ ഖണ്ഡനത്തിനും തർക്കത്തിനുമുള്ള സമയമല്ലല്ലോ. സാക്ഷിക്കാര് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 1-2 വാക്യം പറഞ്ഞേക്കാം, വേണേ ഒന്ന് നോട്ട് ചെയ്ത് കൊണ്ടുപോകും. പൗലോസ് പറഞ്ഞൊരു പറ നമുക്കെല്ലാം സുപരിചിതമാ, മനപ്പാടമാ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വേദശകലങ്ങൾ വായിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു മഹാദൈവമാ. തോമാസ് പറഞ്ഞ പറ നമുക്കെല്ലാം അറിയാം, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. കർത്താവിനെ സ്നേഹിക്കണം. അതിന് കാരണം ഒന്ന്, അവൻ കർത്താവാ. കർത്താവാകാനുള്ള കാരണം അവൻ ദൈവമാണ്. ആ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ സഹോദരിമാരെ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അടുത്തത്, പുത്രനോടോ ദൈവമേ. ഫലം കണ്ടോ? പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. മതി മതി മതി, തെളിഞ്ഞല്ലോ. പുത്രനെ വിളിച്ചേച്ച് പറയാം, പുത്രനോടോ. അടുത്ത പദം, ദൈവമേ നിന്റെ സിംഹാസനം. ആ പുത്രനാകുന്ന ക്രിസ്തു ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവമായ കർത്താവിനെ സ്നേഹിച്ചോണം. എന്താ കർത്താവാന്ന് പറയാൻ കാരണം? ഒന്ന്, അവൻ ദൈവമാണ്. യേശുക്രിസ്തു ദൈവമാണ്.
സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ, ഇന്നും ജീവിക്കുന്ന ദൈവമാ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിത് നേരം കൊണ്ടാക്കില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തു. കെഞ്ചി നേരം കൊണ്ടാക്കില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ കർത്താവാണ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. രണ്ട്, ഈ കർത്താവിനെ സ്നേഹിക്കണം. അവൻ കർത്താവാ, കാരണം അവൻ സൃഷ്ടാവാ. സൃഷ്ടിയല്ല, യേശു സൃഷ്ടാവാ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. ചടിയടാന്ന് വായിച്ചോ, സമയം പോകുന്നു. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. അതാ കർത്താവിന്റെ മഹത്വം. അവൻ സകലത്തിന്റെ സൃഷ്ടാവാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ടയുടെ കടാകത്തെയും എല്ലാം നിർമ്മിച്ചവൻ സൃഷ്ടാവാകുന്ന ക്രിസ്തുവാ. 90-ാം സങ്കീർത്തനം മനപാഠമാണ്. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശ്വാശ്വതമായും. തുടക്കം ഇങ്ങനെ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും, ഈ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവമാ എന്ന് പറഞ്ഞാൽ, കുന്നും മല ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം എന്ന് പറഞ്ഞാൽ, മല ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല, മല ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൈവമാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവനെ സ്നേഹിച്ചോണം. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെയും ഈ നക്ഷത്ര മണ്ഡലങ്ങളെയും ആകാശഗംഗ വിസ്തരിക്കാൻ നേരമില്ല, സകലത്തെയും സൃഷ്ടിച്ചവൻ ദൈവമാണ്. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവാന്തിതവതാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ, മോചത്തും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ. ഇലോകീശദ്ദായിയും യലോകി അഡോണായി വിലോപമെന്നെ യാകുവേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാശയൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. കാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീജനേ മാനുഷരർ. എന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം ദീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ പുനിജാത്മാനം കാരണം വിനാകാര്യം എന്നത്യതയുള്ള ഒത്തിരി ഉണ്ട് ചൊല്ലാൻ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയെല്ലാം നാസറായൊരു ശിംശോൻ 1000 പെലിസ്തരെ കാശ് നീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിച്ചെങ്കിൽ ഈശനേ നിനക്കെന്നാ ദുശകം എന്തെന്നുള്ളൂ. ഒരു ശബ്ദശബ്ദിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ നദജന പാല പാലന പാരായണ. മോശയെന്നാവനെ നീ പ്രവർത്തിച്ചവമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പട്ടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ആരോട് പറയാൻ? സർവത്തെയും സൃഷ്ടിച്ചവൻ, സർവത്തെയും നിർമ്മിച്ചവൻ, സർവത്തെയും ചമച്ചവൻ, സർവത്തെയും പടച്ചവൻ, അവൻ സൃഷ്ടാവാകയാൽ അവനെ സ്നേഹിച്ചോണം. സൃഷ്ടിയല്ല, അവൻ സൃഷ്ടാവാ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാവൻ. അതുകൊണ്ട് അവനെ ആരാധിച്ചോണം, അവനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല, ഞാൻ വൈകി വന്നതുകൊണ്ടാണ്. വൈകിയതും മനഃപൂർവ്വമല്ല, കാരണവും പറഞ്ഞു. എങ്കിലും ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ.
എന്നാ അത്യാവശ്യം തന്നെ ജനത്തിന്റെ സമ്മതത്തോടു കൂടെ 10 മണി വരെ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത്? സ്തോത്രം, അവിടുന്ന് ദൈവമാണ്, അതുകൊണ്ട് സ്നേഹിച്ചോണം. 2, അവിടുന്ന് സ്രഷ്ടാവാ, സൃഷ്ടിയല്ല. അവിടുന്ന് ആ സൃഷ്ടാവ്, അവിടുന്ന് ആ സകലത്തെ സൃഷ്ടിച്ചത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവായി. ഒന്ന് വായിച്ചൊരു വാക്യം കൂടെ തെളിവിന്. ഈ നമ്മൾ കോടാലിയൊക്കെ പണിത് കഴിയുമ്പം ആപ്പ് ഇടുമല്ലോ ഉറപ്പിക്കാനാ. ഒരാപ്പ് കൊണ്ട് ഇരിക്കട്ടെ. വെളിപ്പാട് 4:11 ഉറക്കട്ടെ. സാക്ഷിയെ ഇത് കേട്ടോണം. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് മാത്രമാ യോഗ്യൻ. അതുകൊണ്ട് യോഗ്യനായ ഈ കർത്താവിനെ സ്നേഹിച്ചോണം. മഹത്വവും ജ്ഞാനവും പ്രഭുവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന് മഹത്വം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം? 1, അവൻ കർത്താവാകയാൽ. കർത്താവ് എന്ന് പറയാൻ കാരണം 1, അവൻ ദൈവമാണ്. ഇവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന ഭാഗ്യങ്ങളെല്ലാം എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അവൻ നമ്മെ പരിപാലിച്ചു. ഏലിലും അവിടുന്ന് നമ്മെ പരിപാലിക്കും. അവൻ പരിപാലകനാകയാൽ പറയാം. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം എന്തുകൊണ്ട് സ്നേഹിക്കണം? 1, അവിടുന്ന് കർത്താവ്. മതി, തെളിഞ്ഞല്ലോ. അതുപോലെ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് അവനെ സ്നേഹിച്ചോണം. നമ്മളല്ല അവിടുത്തെ സ്നേഹിച്ചത്, അവിടുന്നാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. ചിലരുടെ ഇരിപ്പ് കണ്ട യേശുവിനെ ആദ്യം കയറി സ്നേഹിച്ചതുപോലെ. ഞാൻ സ്നേഹിച്ചില്ലായിരുന്നേ പുള്ളി കുഴഞ്ഞേനും. വിഡ്ഢി, അവിടുന്നല്ലയോ നമ്മെ ആദ്യം സ്നേഹിച്ചത്. സ്തോത്രം. കർത്താവ് വേറൊരു ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഒന്നുകൂടെ തെളിഞ്ഞ് പറഞ്ഞാൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. യോഗ്യത ഉള്ളത് കൊണ്ടല്ല സ്നേഹിച്ചത്, യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് സ്നേഹിച്ചത്. ഹൈറേഞ്ചിൽ യോഗ്യന്മാരൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ യോഗ്യത ഇല്ലാത്തവരെയാ കർത്താവ് സ്നേഹിച്ചേക്കുന്നത്.
എത്രയോ മിടുക്കന്മാർ, എസ്റ്റേറ്റ് മുതലാളികളില്ലേ ഇല്ലേ? 1 2 മലയൊക്കെ സ്വന്തമായിട്ടുള്ളവർ. ഇപ്പം പിന്നെ ഗവൺമെൻറ് പിടികൂടുന്നുണ്ട്. ഞാനും അത് തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. 2 സെൻറ്റ് പോലും ഇല്ലാതെ ആൾക്കാർ കിടന്ന് ഓടുകയാണ്. ഇതെല്ലാം കൂടെ അടക്കി വെച്ചേച്ച് ഉന്നതന്മാരൊക്കെ ഈ ഹൈറേഞ്ചിലുണ്ട്, ഇല്ലാതില്ല. മിടുക്കന്മാരുണ്ട്, വിദ്യാ നിപുണന്മാരുണ്ട്, കുടുംബശ്രേഷ്ഠതയുള്ളവരുണ്ട്, കുലീനത്വമുള്ളവരുണ്ട്, ദൃഢഗാത്രന്മാരുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന നമ്മളെ ആ യേശു സ്നേഹിച്ചത്. അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു. നമ്മളല്ല അവിടുത്തെ സ്നേഹിച്ചത്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. അത് യോഗ്യത നോക്കിയിട്ടല്ല, യോഗ്യത ഇല്ലാതിരുന്നപ്പോഴാണ് അല്ലേ? രാജഭൃത്യൻ്റെ മോൻ്റെ കല്യാണം ഒത്തിരി പേരെ ക്ഷണിച്ചു. സമയത്തൊറ്റ ഒരുത്തനും എല്ലാവരും ഉഴപ്പി. രാജാവ് കയറി വന്നപ്പം ക്ഷണിക്കപ്പെട്ടവരാരും കോപവും സങ്കടവും ദണ്ണവും. അപ്പം രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ വഴിയിലൊക്കെ മെനക്കെട്ട് നിൽക്കുന്ന സൈസുണ്ട്. മെനക്കേട് കേസുകൾ ഒത്തിരി ഉണ്ട്. മുനിയറയിലും കമ്പിളി കണ്ടത്തും അടിമാലിയിലും മൂന്നാറിലും മന്നാങ്കുടിയിലും 200 ഏക്കറിലും ചേലച്ചോടിലും കരിമ്പലിലും. ചേലച്ചോട് കഞ്ഞിക്കുഴി അറിയാവോന്നുള്ള ഞാൻ ഊളനാന്നാന്നോ? നല്ല ഏലായി. ചേലച്ചോട് കഞ്ഞിക്കുഴി കരിമ്പന് ചെറുതോണി അടിമാലി പിന്നപ്പുറം എന്തുവാ കാട്ടപ്പന വെള്ളയാങ്കുടി അമരാവതി മുളകരമേട് പിന്നെ അങ്ങോട്ട് തോമ്പിക്കണ്ടം പുഷ്പക്കണ്ടം പൂച്ചക്കണ്ടം താന്നിക്കണ്ടം നെടുങ്കണ്ടം. പിന്നെ ദൈവത്തിന് സ്ഥാനം. അപ്പം രാജാവ് പറഞ്ഞു ഈ അവിടെയൊക്കെ മെനക്കേട് കേസുകളുണ്ട്, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മരുത്തലയ്ക്ക് കിടക്കുന്നതിന്. അയ്യോ കേട്ട പാതി കേൾക്കാത്ത പാതി രാജഭൃത്യന്മാർ 4 പാട് കൂടി ഓടിച്ചെന്ന് മെനക്കേട് കേസുകളെല്ലാം വരാൻ പറഞ്ഞു. കല്യാണം കയറി വേണമെന്ന് പറഞ്ഞു. പൊരുത്തം പറഞ്ഞ് 11 മണിയായി, ഒന്നും കുഴപ്പമില്ല, കയറി വരാൻ പറഞ്ഞു. അടിച്ചകത്തോട്ട് കയറ്റി. സ്തോത്രം. വേറൊരു ഭാഗത്ത് പറഞ്ഞത് തോട്ടത്തിൽ വേല ചെയ്യാൻ, അത് പല ടൈമിലാണ്. ആശയം ഒന്ന് കയറി വരാൻ പറഞ്ഞു. കയറി അകത്തോട്ട് കൊണ്ടുപോയി. ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല. സാറ് കൊടുത്തൊരു പദമുണ്ട്, ഒഴുകടി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴുകടി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു അതിച്ചിരി കുറക്കണേ. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുടക്കുണ്ട് കാളകളാലപരനും ഭാരം. രാജാൽമജ പിരുന്നതിൻ വിവരം. രാജാൽമജ പിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം. രാജാൽമജ പിരുന്നതിൻ വിവരം. ഇത് കാസറ്റ് അല്ല, പഴയ ട്യൂണാണ്. കാസറ്റ് വേറെ ട്യൂണല്ലേ ചാലു? അതെങ്ങനെ കാസറ്റ്? കാസറ്റ് ഞാൻ വെള്ളം കുടിക്കട്ടെ. കാസറ്റ് രാജാത്മജ വീരുന്നതിൻ വിവരം. ഈ ഉപമയോ മഹസാരം. മതി, സമയമില്ല. അപ്പൊ ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല. രാജാവ് പറഞ്ഞു എല്ലാവരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വഴിത്തലയ്ക്ക് നിന്നവനെയല്ല, അയ്യോ മെനക്കേട് കേസിനെ എല്ലാം കൊണ്ടുവന്നു അകത്തോട്ട് കൊണ്ടങ്ങ് കയറ്റി. എല്ലാം കയറി പന്തിഭോജനത്തിന് ഇരിക്കുക. സമയത്ത് രാജാവ് വന്നപ്പോൾ സകല എല്ലാവരും വന്നിരിക്കുക. അപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാതിരുന്നു.
ആട്ടെ, ഞാൻ ആ ഭാഗം അധികം വിസ്തരിക്കുന്നില്ല. കർത്താവിൻ്റെ മഹത്വം. ഞാൻ നിങ്ങൾ എല്ലാം മെനക്കെട്ട് നടന്നവരാ. ഞാനത്തിനും പ്രസംഗം വല്ലതും നിർത്തണമെന്നുമില്ല. അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോഴൊക്കെ സംശയം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം വേണം. പിന്നെ വെള്ളം കുടിക്കുകയാണല്ലോ. കർത്താവിന് മഹത്വം. അപ്പോൾ രാജഭൃത്യന്മാരെ ചെന്ന് കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റി. ഇതുപോലെ തന്നെ തോട്ടത്തിൽ വേല ചെയ്യാൻ 11 മണിക്ക് ഒരുത്തനെ വിളിച്ചു. പറഞ്ഞ് 11 ഒന്നും കുഴപ്പമില്ല, വാന്ന്. ഒരുത്തനെ പറഞ്ഞു 12:30 വാ. ഒരുത്തൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വെയിൽ ആറുന്നല്ലോ, ഒന്നും കുഴപ്പമില്ല വരാൻ. പല സമയത്താണ് നമ്മൾ വന്നത്. പറഞ്ഞത് എന്നാണെന്നറിയാമോ? ന്യായമായ കൂലി തരാന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ തോട്ടത്തിലോട്ട് കയറ്റിയത്. പക്ഷെ ന്യായമായിട്ടല്ലല്ലോ തന്നത്. ചിന്തിച്ചതിലും നനച്ചതിലും ഉദ്ദേശിച്ചതിലും കരുതിയതിലും ആഗ്രഹിച്ചതിലും ഒക്കെ ഉപരിയായിട്ടല്ലയോ ദൈവം നിന്നെ നടത്തിയത്. ഇതുപോലെ ശ്രേഷ്ഠനായൊരു കർത്താവാരുണ്ട്. അതുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിച്ചോണം. ഹല്ലേലൂയ. അവനാദ്യം നമ്മെ സ്നേഹിച്ചു. യോഗ്യത ഉള്ളത് കൊണ്ടല്ല, യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അല്ലേ? യോഗ്യതയില്ല. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ നാട്ടിലെ എന്നെ ദൈവം തിരഞ്ഞെടുത്ത കാവാലത്ത് യോഗ്യന്മാർ എത്ര എണ്ണം കിടക്കുന്നു. അയ്യോ, മിടുക്കന്മാര്. കായൽ രാജാവാ മുരിക്കൻ മരിച്ചുപോയി. 3 കായൽ സ്വന്തം. കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. എത്ര ആയിരക്കണക്കിന് ഏക്കർ കൃഷി നിലം സ്വന്തം. യോഗ്യത നോക്കിയായിരുന്നേ പുള്ളി, എനിക്കാന്നേ ഒരു പറ കണ്ടം പോലും ഇല്ല. കരയ്ക്ക് ഞാൻ കണ്ടം കാണാറുണ്ട്. അല്ല, അത് വെച്ചാൽ പുള്ളിയെ തിരഞ്ഞെടുക്കണം. പക്ഷേ പോഷനാകുന്ന എന്നെയാ തിരഞ്ഞെടുക്കും. ഞങ്ങളുടെ നാട്ടിലെ വിദ്യാനിപുണനായ ഒരു മനുഷ്യനാണ് സർദാർ KM പണിക്കർ. നെഹ്റു മന്ത്രിസഭയിലൊക്കെ അംബാസഡറായിട്ടിരുന്നതാ. ചാലയിൽ പണിക്കർ ബഹുകേമപ്പെട്ട ആളാ. നായർ തറവാട്ടിലെ, ചാലയിൽ തറവാട്ടിലെ ഉന്നതനായ മനുഷ്യൻ, വിദ്യാനിപുണൻ. മൈസൂർ സർവകലാശാലയൊക്കെ വൈസ് ചാൻസലറായിട്ടിരുന്നതാ. മനസ്സിലായല്ലോ? ഞാൻ ഇന്ന് വരെ സർവകലാശാല കണ്ടിട്ട് പോലുമില്ല. ഇല്ലെന്ന്. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ പുള്ളി വൈസ് ചാൻസലർ എന്നാ. അത് പിന്നെ പോട്ടെ. യോഗ്യത നോക്കിയായിരുന്ന സർദാർ KM പണിക്കർ അവർകളെ ഈ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടതാ. പോഷനാകൻ നിന്നെ തിരഞ്ഞെടുത്തു. യോഗ്യത നോക്കാതെ. ജാതികൾ ശ്രേഷ്ഠന്മാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. വലിയ നായർ തറവാടികളും ബ്രാഹ്മണരും ലോകം വില വെച്ചേക്കുന്നവരുണ്ടല്ലോ, ലോകക്കാര്. ആഢ്യത്വമുള്ള ബ്രാഹ്മണര്, ആഢ്യബ്രാഹ്മണര്. ഞാൻ ലോകത്തിന്റെ ഗതിയായി പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലൊരു പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന് നാന്ദി കുറിച്ച് സ്വാമിനാഥൻ കമ്മീഷനൊക്കെ പഠിച്ചിട്ടില്ലേ, അറിഞ്ഞതല്ലേ? ഉന്നതനായ മനുഷ്യൻ. ജാതിയും വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ അദ്ദേഹമായി ശുശ്രൂഷയ്ക്ക് നിൽക്കേണ്ടത്. പക്ഷേ പോഷനാകുന്ന എനിക്കായി ഭാഗ്യം കിട്ടിയത്. അതെ, യോഗ്യത ഇല്ലാതിരുന്നപ്പോൾ ആ തെരഞ്ഞെടുത്തത്. യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ യോഗ്യത നോക്കി അല്ല. നമുക്കൊരു യോഗ്യത ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? നമ്മുടെ യോഗ്യതയൊന്നും പറയാതിരിക്കുന്നതാ. ചില പറഞ്ഞ സാക്ഷി പറ, മിണ്ടരുത്. മിണ്ടിയാ നിന്റെ ഉള്ള വിലയും കൂടെ. എൻ്റെ സാക്ഷി, എൻ്റെ ചരിത്രമൊന്നും വിചാരമൊന്നും പറയാതിരിക്കുന്നതാ. എന്നിട്ട് പറഞ്ഞാൽ പെമ്പളയും കൂടെ അറിയും. അവളിപ്പോൾ പിന്നെ ഇതൊന്നും അറിയാതിരിക്കുന്നതുകൊണ്ട് ചാച്ചാന്ന് പറഞ്ഞ് ഹിന്ദി പറഞ്ഞ് പുറകെ നടക്കുക. പഴമക്കാർ പറയത്തില്ലേ, മാനത്തിന് മുന്നേ മൗനം. ഉണ്ടായിരുന്ന ദൈവത്തെ ചോദിച്ചു വരുന്നു. നിന്റെ പുരാണമൊന്നും പറയാതിരിക്കുന്നതാ. സ്തോത്രം. ആരാ അവിടെ നിന്ന് വർത്താനം? മനെ പതുക്കെ വർത്താനം പറ, ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് നമ്മെ സ്നേഹിച്ചത്. അവിടുന്നാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. നമ്മൾ എന്നിട്ട് ഇതുവരെ ശരിക്കും സ്നേഹിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ചങ്കത്തെ കൈവച്ച് പറ. പാട്ടൊക്കെ പാടും, സ്നേഹത്തിനാഴവും. നിന്റെ ഞരമ്പ് വലിയാന്നല്ലാതെ ചേർന്ന് പാടിയാട്ടെ. ആര്? അവിടുന്നാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്.
യോഗ്യത ഇല്ലാതിരുന്നപ്പോൾ ആ സ്നേഹിച്ചത്. നമുക്ക് ഒരു നമ്മൾ നേരത്തെ എങ്ങനായിരുന്നപ്പോൾ ആവുന്ന അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. അണ്ട റോമാലേഖനം ദൈവദാസിന്ന് എടുത്താട്ടെ നിങ്ങൾ സഹോദരിമാര്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ഉം 8-ഉം 10-ഉം വായിക്കണം. 4 അപാകത ഉണ്ടായിരുന്നു നമുക്ക് ആ ഭാഗത്ത്. 6-ാം വാക്യം വായിച്ചേ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ അയ്യോ, അമ്മാരുവാ നമ്മെ സ്നേഹിച്ചത്. ക്രിസ്തു തക്ക സമയത്ത് എനിക്കൂടെ വിടവുതാ. എപ്പോഴാ നമ്മെ സ്നേഹിച്ചെന്നറിയാമോ? നമ്മൾ ബലഹീനരായിരുന്നപ്പോഴാ. നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നമ്മളിപ്പം ഇടുക്കി ഡാം ഒന്നുകൂടെ പണിയൊന്നും പറഞ്ഞ ഒരു ബലവും നമുക്കില്ല. നമ്മൾ ബലഹീനരാ. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. നമ്മൾ ബലഹീനരായിരുന്നപ്പോഴാ അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പൊ നമ്മൾ അഭക്തരായിരുന്നപ്പോൾ ആ സ്നേഹിച്ചത്. 1, നമ്മൾ ബലഹീനരായിരുന്നു. 2, നമ്മൾ അഭക്തത. നമുക്ക് യാതൊരു പക്വതി ഇപ്പോഴും നമുക്ക് അങ്ങനെ വലിയ പക്വതി ഒന്നും ഇല്ലല്ലോ. ലോകത്തിന് വന്ന രാമങ്കാക്ക വാഴത്തണ്ട ഇരിക്കുമ്പോൾ അല്ലേ ഇരിക്കുന്നതിന് ഒരു പക്വതി ഇല്ലല്ലോ. അതിനിടയ്ക്ക് മൊബൈലും മാന്തി. ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരന്മാരെയാ. പക്വതിയോടെ പള്ളിമറ്റത്താന്തൽ നിൽക്കുമ്പോൾ മുണ്ട് വല്ല അടിച്ചിട്ട് എന്ത് ബഹുമാനമായിട്ട് പക്വതി. അത് ഞാൻ അഭിനന്ദിക്കുന്നവരെ. പിന്നെ TPM-കാരെ എനിക്കിഷ്ടമാണ്. ഹോളിൽ കയറിയ മുഴങ്കാലയിലായിരിക്കുന്ന മുഴങ്കാല ഒന്നത് പോയി നോക്കണം. മെമ്പർഷിപ്പ് എടുക്കണ്ട എങ്കിലും ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. മുട്ടയിലായിരിക്കുന്നത്. ശമ്പളം പറഞ്ഞിരിക്കാനും ആവശ്യമില്ലാത്ത രീതിയിൽ ഇരിക്കാനും അവിടെ സമ്മതിക്കുകയല്ല. അല്ല, നടത്തിപ്പുകാരും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. അവരും അങ്ങനെ ആയിരിക്കുന്നത്. അവരെ ഞാൻ ബഹുമാനിക്കുന്ന ആ കാര്യത്തിൽ ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. ഞാൻ പറയുന്ന കള്ളവാന്നോ ഇല്ലയോ ഒന്ന്. കൊച്ചു പിള്ളേരെല്ലാം മുഴങ്കാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത്. നീ പോയിന്ന് കണ്ടു നോക്ക്. കാണാവോ? ഇങ്ങനെ ആയിരിക്കുന്നത് TPM-ൽ മുഴങ്കാല്. നടത്തിപ്പുകാരും വേലക്കാരും വിശ്വാസിയല്ല. നമ്മളിരിക്കുന്നത് എങ്ങനെയാണ്? എടാ കഴുതേ, ദൈവസന്നിധി ഇരിക്കുമ്പോ ചൊവ്വന് നേരുമൊക്കെ ഇരിക്കെ. ഇനി ഇത് കൂടുതൽ എങ്ങനെയാ കാണിച്ചു തരുന്നത്? എന്തോ ലാലു ഏതാണ്ട് പറഞ്ഞു. എന്നെ പറഞ്ഞ കൂടെയൊക്കെ വന്നതാ കാര്യം. ശരി, എന്നെ എന്നെ ഇപ്പൊ പറഞ്ഞേ. ക്യാമറ കാണട്ടെ. അതിനെ കാണാനല്ലേ അത് പിടിച്ചത്? കിട്ടിയോ? കാണട്ടെ. ഇവനെല്ലാം പക്വതിയോടെ ജീവിച്ചോണം. പക്ഷെ നമ്മെ സ്നേഹിച്ചത് എപ്പോഴാണെന്നറിയോ? അപക്വതരായിരുന്നപ്പോഴാ സ്നേഹിച്ചത്. ഇപ്പൊ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് പക്വതിയും യുക്തിയും മുക്തിയും ഉക്തിയും എല്ലാം കൂടെ ചേർത്ത് സാറൊരു പാട്ട് പാടി. ഭക്തിയും വൻഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ. ഭക്തിയും വൻഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ. ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ. കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ. അതലായി കഴിയണം ഡ്രസ്സു നന്നായിരിക്കണം. അസലായി കഴിയണം ഡ്രസ്സു നന്നായിരിക്കണം. വസ്തു തന്നെ ദൈവമെന്നോ തീർത്തു വയ്ക്കും ശകന്മാരെ. കൊണ്ടുവാ നീ ഈ പാവികളെ കൊണ്ടുവാ നീ. അപ്പൊ ശ്രദ്ധിക്കുക. ഒന്ന്, ആമേൻ, സ്തോത്രം. നമ്മള് അപക്വതരായിരിക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒന്ന്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ. 2, നമ്മൾ അപക്വതരായിരിക്കുമ്പോൾ. 8-ാം വാക്യം വായിച്ചേ സഹോദരി. അയ്യോ 3, നമ്മൾ പാപികളായിരുന്നപ്പോഴാണ് സ്നേഹിച്ചത്. ഒന്ന് ബലഹീനര്,
രണ്ടാമക്കതര്, 3 പാപികൾ, 4 ആ 10-ാം വാക്യം വായിച്ചേ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. കണ്ടോ, നമ്മൾ ശത്രുക്കളായിരുന്നു. ഞാൻ നിങ്ങളുമെല്ലാം ക്രൂശിന് ശത്രുക്കളായിരുന്നു. എത്ര പ്രാവശ്യം ലേഖിലേക്ക് കീറിക്കളഞ്ഞു. ബൈബിള് കത്തിച്ചവരുണ്ട്, കത്തിക്കാൻ ഒരുങ്ങിയവരുണ്ട്. ബൈബിളുമായിട്ട് നടന്നവനെ പിടിച്ച് തെത്തിച്ചവനുണ്ട്. പൊക്കോ ഇവിടുന്ന് മുന്നേറിയെന്നില്ലേ ഞാൻ. ഹൈറേഞ്ച് കണ്ടേ പോകാം. ഹൈറേഞ്ച് എല്ലാം നിനക്ക് എഴുതി തന്നേക്കാന്നോ. ഞാൻ നിങ്ങൾ ശത്രുക്കളായിരുന്നു, അപകടരായിരുന്നു, ബലഹീനരായിരുന്നു, സ്തോത്രം, പാപികളായിരുന്നു. അതൊന്നും ഓർക്കാറാണ് നമ്മെ സ്നേഹിച്ചത്. അങ്ങനെ നമ്മെ സ്നേഹിച്ചവനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ചോണം, ഈ കർത്താവിനെ സ്നേഹിച്ചോണം. സ്തോത്രം. ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാൻ, ഉന്നതനെ സ്തുതി ചെയ്യുവാൻ, മണ്ണിലൻ വേലയോ തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. മണ്ണിലൻ വേലയോ തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. സ്നേഹമിതാൽചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ക്ഷോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ക്ഷോണിതാലേ ഞാനെന്നും സ്നേഹത്തെ, ക്ഷോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ആഴമരായ്വതിന്നറിവോ 1000 നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനമോ. ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ. ഏതുമൊരംശം ഉരച്ചിടുവാൻ സ്നേഹമിതാചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ക്ഷോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ക്ഷോണിതാലേ ഞാനെന്നും ഈ ദിവ്യ സ്നേഹത്തെ. നാം പാപികളായിരുന്നപ്പോൾ, അപക്വതരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇങ്ങനെ സ്നേഹിച്ച ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ആ കർത്താവിനെ നീ സ്നേഹിച്ചോണം. സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, ദേശനിവാസികളെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഈ കർത്താവിനെ സ്നേഹിച്ചോ. ഇതുപോലെ സ്നേഹിച്ച ആരേലും ഉണ്ടോ? ബലഹീനനായിരുന്നപ്പോ സ്നേഹിച്ചോ? ബലമുള്ളവരെ മതിയല്ലോ. ഇങ്ങനെ വിളിക്കുന്നവരെ മുന്നോട്ട് കയറി നിൽക്ക്, ഇത് പിടിക്കും. ഇത് നമ്മുടെ ബലഹീനനാ. പുറയിലെങ്ങാനും പോയിരിക്കാൻ പറയണം. ഒരു ചായയും കൂടെ കൊടുത്തരും. ബിസ്ക്കറ്റ് വേണം. ആരോ റൂട്ടിൻ്റെ 2 എണ്ണം അല്ലേ? എന്നാൽ യേശു അങ്ങനല്ല. നീ ബലഹീനനാണോ? ഇങ്ങോട്ട് വാ, നിനക്ക് ബലം തരും. ബലം തരും, ബലം തരും, ബലം തരും. യഹോവയാകുന്ന യാഗം നമ്മുടെ ബലമാ. ബലഹീനതയിൽ നല്ല മതി 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 മതി. ബലമൊക്കെ ആയി, ബലമായി. നാം ശത്രുക്കളും പാപികളും ബലഹീനരും അപക്വതരുമായിരുന്നപ്പോൾ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു.
എല്ലാം പറയാൻ നേരമില്ല, അങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുവദിച്ച, ദൈവം സമ്മതിക്കുകയെന്നേ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്, നമുക്ക് കർത്താവ് വരാൻ താമസിക്കുകയെന്ന് ഞാനും ആയുസ്വാരോഗ്യത്തോടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം വല്ലതും നമുക്ക് ഒക്കുന്നെങ്കിൽ അത് മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. പിന്നെ ആവശ്യമുള്ളത് തന്നല്ലോ. ഒരു കാര്യം കൂടെ പറയാതിരിക്കാനൊക്കത്തില്ല. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് കർത്താവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഒന്ന്, അവിടുന്ന് കർത്താവാകയാൽ. സ്തോത്രം. രണ്ട്, അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചു, അതുകൊണ്ട് അവിടുത്തെ സ്നേഹിച്ചോണം. മൂന്ന്, അവിടുത്തെ സ്നേഹിക്കാനുള്ളതിൻ്റെ മൂന്നാമത്തെ കാരണം ആ 22-ാം വാക്യം അങ്ങ് വായിച്ച് നമുക്കങ്ങ് നിർത്താം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയാനുള്ളതിന്റെ മൂന്നാമത്തെ കാരണം കർത്താവ് വരുന്നു, അതുകൊണ്ട് സ്നേഹിച്ചോണം. അവിടുന്ന് വീണ്ടും വരുന്നെന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഒരു പദമുണ്ട്, പാപം കൂടാതെ രണ്ടാമതും. അങ്ങനെ ആ വാക്യം ഒന്ന് വായിച്ച 29 അല്ലയോ? 27 29 28. നമ്മൾ രണ്ടും പറഞ്ഞല്ല, അതിനിടയ്ക്കാണ്. വൈര് അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടാൻ പോകുക, വരാൻ പോവാന്ന്. രണ്ടാമതും വരുമെന്നുള്ള പ്രയോഗം വന്നപ്പോ അതിന് വേറെ അർത്ഥമുണ്ട്. ഒന്നാമത് വന്നു. ഇത് ഊകാഭോഗവും കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കരുവിക്കഥയും പൈകിളക്കഥയല്ല യേശു വന്നെന്നും വരുമെന്നുള്ളത്. പൈകിളക്കഥയൊക്കെ ഒത്തിരി ഉണ്ട്. തുളസി കയറുമായിട്ട് നടന്ന് നീങ്ങി, തുടരും. താഴെ ബ്രാക്കറ്റ് തുടരും. നമുക്ക് ഉറക്കമില്ല, ജോ തുളസിക്ക് എന്നാ പറ്റിയത്? തുളസിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വെള്ളം പോലും. അമ്മ എന്നാ ചെറിയ ചെണ്ടമുറി ഞാൻ കപ്പയും. എനിക്ക് തുളസിയുടെ കാര്യം ഓർക്കുമ്പോൾ, കാരണം അങ്ങനെ എഴുതി വെച്ചേന്ന് അടുത്ത ആഴ്ച മാസിക വാങ്ങാനാ 2 രൂപയ്ക്ക് മംഗളം. തുളസി കയറുമായി നടന്ന് നീങ്ങി, ബ്രാക്കറ്റ് താഴെ തുടരും. തള്ളയ്ക്ക് ഉറക്കവുമില്ല. സ്വോത്രകാഴ്ചയ്ക്ക് അങ്ങോട്ട് വെച്ച കാശ പള്ളിയിലിടാൻ നേർച്ചയ്ക്ക് പള്ളിയിൽ കാഴ്ച കൊടുക്കുന്നില്ല. തുളസിയുടെ കാര്യം അറിഞ്ഞിട്ടേ ഉള്ളൂ. വ്യാഴാഴ്ച ഓടി മാടക്കട ചെന്ന് മംഗളം മേടിച്ചു വായിച്ചു. ആ തുളസിയുടെ ഭാഗം എടുത്തും ശ്രീധരൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ്ട് കിടക്കുന്നു. ഒരാഴ്ച നീ കപ്പ പൊടിഞ്ഞതും കഴിക്കാനൊത്തില്ല, വെള്ളവും കുടിച്ചില്ല, പരുവക്കേടായി. പൈങ്കിളിക്കട. അത് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പൈങ്കിളിക്കഥയല്ല, അമ്മമ്മ കഥയല്ല, ഉമ്മാക്കി കഥയല്ല, കിടവക്കഥയല്ല, കെട്ടുകഥയല്ല, ഊകാഭോഗമല്ലെന്ന്. യേശുക്രിസ്തു ഒരിക്കലും ഇവിടെ വന്നു. കന്യാസൂനുമായി ഭൂമിയിൽ അവൻ ജനിച്ചു. കന്യകാസൂതനായി ധരയിൽ വന്നുദിച്ച ഇവൻ താനേ. കന്യകസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിന്മാനുവൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അതിൽ പർദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. അതിൽ പർദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരിക്കൽ അവൻ കന്യാസൂനുമായി ഇവിടെ അവതരിച്ചു. നാടെങ്ങും നന്മ സുവിശേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു,
ഒറ്റ ഒരെണ്ണത്തിന് കൊന്നില്ല, ചത്തവനെയല്ല ഉയർപ്പിക്കായിരുന്നത്. യേശു കൊല്ലാനും വന്നതല്ല, കൊല്ലിക്കാനും വന്നതല്ല. അവന്റെ പടലി എടുത്തോണ്ട് പാടാ ഞാൻ നിന്നെ പ്രസാദിക്കുന്നു പറഞ്ഞ് കൊടുവാളുമായിട്ട് നിൽക്കുകയല്ല, ചത്തവനെയല്ല ഉയർപ്പിച്ചതാ. ഒരു ചെറുക്കൻ അമ്മയ്ക്ക് ഏകജാതനാ, ആ തള്ളയും കരഞ്ഞു വരിക. യേശു കൊണ്ടത് മഞ്ചത്തെ തൊട്ട് ചെറുക്കൻ ചാടി അങ്ങ് എഴുന്നേക്കുക, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കുഞ്ഞുങ്ങളെ പോലും യേശു കൊന്നിട്ടില്ല, കൊല്ലാൻ പറഞ്ഞിട്ടുമില്ല. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാ. മറ്റവന്റെ കഴുത്തെടുക്കുന്ന മാർഗമല്ലിത്. അവന്റെ 10 പടലി കൊണ്ടുപാടാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നല്ല. ഒരുത്തരെയും ദ്രോഹിക്കരുത്. അതാ യേശു പഠിപ്പിച്ചത്. ഇവിടെ അടിച്ചാൽ നേരെ ഇവിടം കാണിച്ചോണം. അതാ യേശുവിന്റെ മാർഗം. ദൈവത്തിന് സ്തോത്രം. നാടെങ്ങും നന്മ സുവിശേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. വന്ന ആരും നിരാശയോടെ പോയില്ല. നാനാവ്യാധികളാലും ബാധകളാലും മരിച്ചവരെ സുഖപ്പെടുത്തി. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് കർത്താവിന്റെ മഹത്വം ക്രൂശുമരം ചുമന്ന് പീഡകൾ പങ്കപ്പാടുകൾ സഹിച്ച് എന്തിനേറെ മുൾക്കിരിയുടെ ധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി മുതുക ഉടവുചാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ആ കുരിശുമരം ചുമന്നുകൊണ്ട് പീലാത്തോസിന്റെ കൽത്തല മുതൽ കാൽവറി മേട് വരെ നടന്നും വീണും വേച്ചും വിറച്ചും കാൽവറിയുടെ കൊല്ലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ഇരുമ്പാനുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അങ്ങനെ മരിച്ചെന്നുറപ്പ് വരുത്തിയതിനു ശേഷം രഹസ്യ ശിഷ്യന്മാരാകുന്ന നിക്കോദോമോസും യോസേപ്പും കൊണ്ട്, അരിമത്തയിലെ യോസേപ്പും കൊണ്ട് പീലാത്തോസിന്റെ അനുവാദത്തോടെ ക്രിസ്തുവിന്റെ തിരുശരീരം ക്രൂശിൽ നിറക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അരിമത്തയാക്കാരെ യോസേപ്പിന്റെ കല്ലറെ കൊണ്ടടക്കി കല്ല് വെച്ച് സീലും വെച്ച് ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തിയെന്ന് ഈ വെച്ച് ശുശ്രൂഷിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, യോനായിരുന്നത് പോലെ ഇരിക്കും വരുമെന്ന് പറഞ്ഞായിരുന്നു. തിരുവെടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. അതാ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 പറഞ്ഞത്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ 3 ഉയർത്തു. കല്ലറ തകർത്തതൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്ത് വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. ഓ നിരന്തരം വന്ദനം ചെയ്തിടുവേ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. ഞാന് ഇവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, അവരോട് വരുമ്പോ എനിക്ക് സുഖം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളോർക്കും ഭാഷയ്ക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്, ഇഷ്ടപ്പെടാനില്ല. അതുകൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സുഖം വരുന്നില്ല. കല്ലറ തുറന്ന വൻ വൈരിയെ തകർത്ത്, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്തു വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. നിരന്തരം വന്ദനം ചെയ്തിടുവേ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. 3-ാം ദിവസം ഉയർത്തു. അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 40 ദിവസം കൂടെ വസിച്ചൊടുവിൽ ഇവരെ കൂട്ടി ബഥാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24 അന്ത്യകൽപ്പന കൊടുത്ത് പ്രവൃത്തി ഒന്നും കൂടെ ചേർത്ത് പിടിച്ചാൽ കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ മേപ്പോട്ട് പോയി. അല്ല താഴോട്ട് ഉണ്ടായിട്ട് പോയ ആളൊന്നുമല്ല. അവർ കണ്ണടച്ചപ്പം മുങ്ങിയ ആളുമല്ല. അവർ നോക്കി നിൽക്കുമ്പോൾ ആ പുള്ളി മേളിലോട്ട് പോകുന്നത്. അപ്പം വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മേളിലോട്ട് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു, അതായത് പറയാൻ കാര്യം വേറെ യേശുവായിട്ട് പലരും വരും. ഈ യേശു തെറ്റരുത്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു എന്ന് പറഞ്ഞാൽ മാനവജാതികളുടെ പാപത്തിന് വേണ്ടി മരിച്ച യേശു, തിരുരക്തത്താൽ പാപമോചനം തരുന്ന യേശു, സ്തോത്രം, ജീവനുള്ള യേശു, ജീവിക്കുന്ന യേശു, സ്വർഗത്തിലേക്ക് പോകുന്നവരായി കണ്ടതുപോലെ വീണ്ടും വരും, വീണ്ടും വരും. ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക, മേളിലോട്ട് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ കണ്ടില്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാൾ പോയി കണ്ടു.
പിന്നെ നമ്മളാരും പോയി കണ്ടില്ലെങ്കിലും കേരളത്തിൽ നിന്ന് എലന്തൂർ സൈഡിൽ നിന്നാണ് പോയത്. എലന്തൂരിൽ നിന്ന് ഷൗമേലി സാർ അവിടെ പോയി, പുള്ളിയും പോയി കണ്ടു. കണ്ടേച്ച് പുള്ളി അവിടെ നിന്നുകൊണ്ട് എഴുതി, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു കുറച്ചോ മണി ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ, ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ, ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാനിസ്തുലം. അങ്ങോട്ട് പോയി. ആ യേശു വീണ്ടും വരുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ചോ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ, ദേശത്തിന് രക്ഷയാ, കൂടപ്പെട്ടവർക്ക് രക്ഷയാ. യേശു വീണ്ടും വരും. ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു പോയ ആരുമില്ല. അവൻ വരാമെന്ന് പറഞ്ഞാൽ വരും. ജനിക്ക് വന്ന ഒരു ദൂതനാ വന്ന് പറഞ്ഞത്, സൂക്ഷൻ ജനിച്ചു. പോകാൻ നേരത്ത് 2 ദൂതനാ പറഞ്ഞ് പോയതുപോലെ വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം നടക്കാതിരിക്കുമോ? തന്നെയല്ല, അവൻ പോഷ്ക്ക് പറയുന്നവനല്ല. ശിഷ്യന്മാരുടെ പറഞ്ഞ ഹൃദയം കലങ്ങരുത് കേട്ടോ. ദൈവത്തിൽ എന്നിലും വിശ്വസിച്ചോ, പോയതുപോലെ തിരിച്ചു വരാം. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിക്കണം, യേശുവിനെ സ്നേഹിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് വീണ്ടും സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആർക്കും ശാപമുണ്ടാകരുത്, ആർക്കും ഒരു ദോഷമുണ്ടാകരുത്. യഹോവ ഒരു ദോഷം വന്നിട്ടാണ് വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ചങ്ങ് പാടാം.